ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം തൃക്കങ്ങോട് കാളിയാർ മഠം വിഷ്ണുമായ ക്ഷേത്ര ട്രസ്റ്റ് കാരുണ്യസ്പർശം ജീവകാരുണ്യ പദ്ധതി വഴി ചികിത്സാ സഹായം വിതരണം ചെയ്തു. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന മനശ്ശേരി ചോറോട്ടൂർ എലിയക്കാട് പ്രതീഷിനാണ് പ്രതിമാസം 10,000 രൂപ വീതം നൽകുന്നത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതീഷിൻ്റെ കിഡ്നി സംബന്ധമായ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ഡയാലിസിസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാളിയാർ മഠം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മാസത്തിൽ ഒരു 10,000 രൂപ വെച്ച് ഇദ്ദേഹത്തിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. അത് എല്ലാ മാസം ഇതേ ഡേറ്റിൽ ഇദ്ദേഹത്തിന് ഇവിടെ ഒന്നും കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ആ ഒരു സംഖ്യ നമ്മൾ ചെക്ക് മുഖാന്തരം ഇദ്ദേഹത്തിന് കൈമാറുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ക്ഷേത്രം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. തൃക്കങ്ങോട് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതീഷ്. ആദ്യഘട്ടത്തിൽ പ്രതീഷിന്റെ ചികിത്സയ്ക്ക് 25,000 രൂപ കാളിയാർ മഠം വിഷ്ണുമായ ക്ഷേത്ര ട്രസ്റ്റ് നൽകിയിരുന്നു. തുടർന്ന് ചികിത്സയുടെ ഭാഗമായി മാസത്തിൽ 2 തവണ ഡയാലിസിസ് ആവശ്യമായതോടെ പ്രതിമാസം 10,000 രൂപ നൽകാൻ ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു. ക്ഷേത്രം മഠാധിപതി കൃഷ്ണൻ കാളിയാർ പ്രതീഷിന് ആദ്യ ചെക്ക് കൈമാറി. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ക്ഷേത്രത്തിലെത്തിയ ഭക്തരുടെയും സാന്നിധ്യത്തിലാണ് പ്രതീഷിന് ചെക്ക് കൈമാറിയത്. ചികിത്സ കഴിയുന്നും വരെ എല്ലാ മാസവും ചെക്ക് ക്ഷേത്രത്തിലെത്തി വാങ്ങാമെന്ന് കാളിയാർ മഠം വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി കൃഷ്ണൻ കാളിയാർ പറഞ്ഞു. ഓം ശ്രീം ജ്ഞാതവപുഷേ നമഃ ഭാദേവർഷിക ഇഷ്ടദുര്യന്തഃ ശ്രീ വിഷ്ണുമായ ദേവത. ഓം ഐം ഹ്രീം ശ്രീം ഷം ബ്രഹ്മനാരായണ വിഷ്ണുവായ മൂർത്തേ നമഃ. ഋഷികാദേവി ഗായത്രീ ശ്രീ വിഷ്ണുമായ മൂർത്തേ ദേവത. ഓം ഹ്രീം മായാ തിച്ചാത്ത വീരകണ്ഠാത് വിഷ്ണു വിഷ്ണുവന്തവന്തവത കാളീലം മന്ത്രക്കോൽ ദയാള കാട്ടി എന്തി കൊടുക്കുകയും വെട്ടുപിടി കൊന്നും ചുരക്കോലും മണിയും മന്ത്രക്കോലും കണ്ടമറിയാതെ മുമ്പിൽ വന്ന തോണിയോ വിദേവാസി ജ്യോതിച്ചെന്ന മയാ കുട്ടിച്ചാത്ത ശ്രീമകൻ പൊന്നുണ്ണി പൊന്നോമന പൊന്നാര വിഷ്ണുവായ സ്വാമിയെ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.